ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. വിശുദ്ധമായ മക്കയും പരിസരവും തൽബിയത്തിൻ്റെ മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഹളറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കഅബ ലക്ഷ്യമാക്കി ഹാജിമാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സൗന്ദര്യപൂർണമായ ഒരു ആരാധനയാണ് ഹജ്ജ്. ആ ഹജ്ജിൽ മാനവികതയുടെ ഏറ്റവും വലിയ സന്ദേശം, സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതെല്ലാം മേളിച്ചു നിൽക്കുന്നു. ഹാജിമാർ കഅബ ലക്ഷ്യമാക്കി ഹജ്ജിനെത്തുമ്പോൾ അവർ വിളംബരം ചെയ്യുന്നത് ഏകനായ അല്ലാഹുവിൻ്റെ ആ അസ്തിത്വത്തെയാണ്. ലബ്ബൈക ലാ ശരീക ലക്, ഒരു പങ്കാളിയുമില്ലാത്ത അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്ത് തൗഹീദിൻ്റെ ആ പ്രഖ്യാപനത്തെ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാനവകുലത്തെ മുഴുവനും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായൊരു ഇബാദത്ത്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് അത് ഓർമ്മകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഓടിക്കിതച്ച ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച മണ്ണിലൂടെയുള്ള ഒരു ആത്മസഞ്ചാരം. ആ സഞ്ചാരത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഹജ്ജിനെ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിളംബരം ചെയ്തതാണ് ഹജ്ജിൻ്റെ ഓരോ രംഗങ്ങളും. മിനയും മുസ്ദലിഫയും സംസമും മഖാമു ഇബ്രാഹീമും ഹജറുൽ അസ്വദും അതുപോലെ തന്നെ വിശുദ്ധമായ കഅബ ഉൾക്കൊള്ളുന്ന ഹറമും അതെല്ലാം അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഇടങ്ങളാണ്. വമൻ യുഅള്ളിം ഹുറുമാത്തില്ല, അള്ളാഹുവിൻ്റെ ഹുർമത്തുകളെ, അള്ളാഹു ആദരിച്ച മഹത്വം നൽകിയ വസ്തുക്കൾക്കും വ്യക്തികൾക്കും മാസങ്ങൾക്കും ദിവസങ്ങൾക്കുമെല്ലാം മഹത്വം കൽപ്പിക്കുക എന്നതാണ് വിശ്വാസമുള്ള ഈമാനുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. മഹത്വം നൽകുക, ആദരിക്കുക. ആദരവ് അർഹിക്കുന്നതിനെ നമ്മളും ആദരിക്കുക, ബഹുമാനിക്കുക. ഈയൊരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഹജ്ജിന് പോയൊരു വ്യക്തി കഅബയെ തവാഫ് ചെയ്യുമ്പോൾ, ഹജ്ജിന് പോയ ഒരാൾ ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ, ഹജ്ജിന് പോയ ഒരു വ്യക്തി മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ, അവൻ സംസം കുടിക്കുമ്പോൾ, മിനയിൽ കിടന്നുറങ്ങുമ്പോൾ, മിനയിലും മുസ്ദലിഫയിലും രാത്രി താമസിക്കുമ്പോൾ, അറഫയിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ മിനയിൽ കല്ലേറുകൾ നിർവഹിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയെല്ലാം അവിടെ ബലിയറുക്കുമ്പോൾ, ഇങ്ങനെ ഹജ്ജിൽ ഉടനീളം തവാഫിൽ ആ കഅബയെ വലയം വെച്ച് ചുറ്റുമ്പോഴും സഫാ മർവയ്ക്കിടയിൽ സായി നടത്തുമ്പോഴുമൊക്കെ അവൻ ചെയ്യുന്നത് അവൻ്റെ പൂർവ്വപിതാക്കൾ ചെയ്ത അതേ ഒരു കാര്യത്തെ അവൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഹജ്ജ് അതിങ്ങനെ അപങ്കുരം ഓരോ കാലത്തെയും മുന്നോട്ട് നമ്മൾ ഗമിക്കുമ്പോഴും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നിർവഹിച്ച അതേ കർമ്മങ്ങൾ തെറ്റാതെ, അതിലൊട്ടും ചോർച്ചയില്ലാതെ, അതിൽ മൂല്യങ്ങളൊന്നും ചോർന്നു പോകാതെ എല്ലാവരും ഒരേപോലെ നിർവഹിക്കുന്നു എന്നതാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതാണ് ആ ഒരേ താളത്തിൽ വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ, വിവിധ വർണ്ണക്കാർ, വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവർ, ഇവരെല്ലാവരും കറുത്തവരും വെളുത്തവരും ശരീരത്തിൻ്റെ ആകാരം കൊണ്ട് വലിയ വണ്ണവും വലിപ്പവും ഉയരവുമുള്ളവരും ചെറിയവരും എല്ലാവരും പ്രജകളും അതുപോലെ തന്നെ രാജാക്കളും പണ്ഡിതരും പാമരരും ധനികരും ദരിദ്രരും ആണും പെണ്ണും വൃദ്ധരും കുട്ടികളും
എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ആ ഒരേ ഒരു താളത്തിൽ, ഒരേ ഒരു ഭാവത്തിൽ ലബ്ബൈക്കയുടെ തൽബിയത്തിൻ്റെ ആ അമരധ്വനികൾ, അതുമാത്രം മതി വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും സൗന്ദര്യപൂർണ്ണമായൊരു ആരാധനയെ അടുത്തറിയാൻ. അതുകൊണ്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഉമ്മ ഖദീജ ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ മണ്ണിൽ വീണ്ടും ഓടുകയാണ്, വീണ്ടും കിതക്കുകയാണ്, വീണ്ടും നടക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടിച്ച ആ സ്ഥലത്ത് ഉറവ പൊട്ടിയ ജലം, ആ ജലം ആവാഹിക്കുകയാണ്, അത് സ്വീകരിക്കുകയാണ്. അതിങ്ങനെ ആ സന്തോഷത്തിൻ്റെ നിർവൃതിയിൽ ആ വെള്ളം പാനം ചെയ്യുകയാണ്. അല്ലേ, മിനയിൽ കല്ലെറിയുമ്പോൾ അന്ന് എത്രയോ ആണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ ആട്ടി ഓടിച്ച് ഓടിച്ച ആ ഒരു ഓർമ്മകളെ മനുഷ്യൻ ഇങ്ങനെ വീണ്ടും വീണ്ടും മനുഷ്യനിങ്ങനെ ഓർക്കുകയാണ്, നവീകരിക്കുകയാണ്. അങ്ങനെ സ്വന്തം ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന വലിയൊരു പ്രക്രിയ, ക്ഷമയുടെ, സഹനത്തിൻ്റെ, എല്ലാം ത്യജിക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാവർക്കു വേണ്ടിയും പകുത്തു നൽകുന്ന, എല്ലാവർക്കു വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കലഹമില്ലാത്ത, സംഘട്ടനങ്ങളില്ലാത്ത, അസൂയയില്ലാത്ത മനസ്സുമായി ഒരു മനുഷ്യൻ ഒരു അടിമയായി ലാളിത്യത്തിൻ്റെ അതിൻ്റെ താഴ്മയിലേക്ക് ഒരു മനുഷ്യൻ താഴ്ന്നു പോകുന്ന അവിടെയാണ് അല്ലാഹു അക്ബർ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ആ തൽബിയത്തിൻ്റെ അന്തസത്ത, ആ തൽബിയത്തിൻ്റെ അന്തസാരം, ആ തൽബിയത്തിൻ്റെ മധു, ആ തൽബിയത്തിൻ്റെ മധുരം അതവിടെയാണ് നിലകൊള്ളുന്നത്, അവിടെയാണ് ഉറവ കൊള്ളുന്നത്. അങ്ങനെ ഒരു മനസ്സിൽ ആ ഒരു ലാളിത്യം നിർഗളിക്കുമ്പോഴാണ് അവിടെ ഒരു ഉബൂദിയത്തിൻ്റെ അടിമയാണെന്ന വിനയത്തിൻ്റെ ഒരു ഭാവം അവിടെ ഉണ്ടാകുന്നത്. അത് വേഷപ്പകർച്ചകളില്ലാതെ, കാപഢ്യങ്ങളില്ലാതെ, കലർപ്പുകളില്ലാതെ ഒരു മനുഷ്യൻ ഉട്ടുടുത്ത മുണ്ടും അവന് പുതയ്ക്കാനുള്ള ഒരു മേൽമുണ്ടും മാത്രം ഉടുത്ത് ഒന്നുമില്ലാതെ എല്ലാം ഒഴിവാക്കി ശൂന്യമായ കൈകളുമായി ഒരു മണ്ണിലേക്ക് അമർന്നു പോകുന്ന മനുഷ്യൻ. ഇവിടെയാണ് ഒരു പുതിയ മനുഷ്യൻ ജന്മമെടുക്കുന്നത്, പുതിയൊരു മനുഷ്യൻ ഉദയം ചെയ്യുന്നത്. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലൈസ അൽ ഹജ്ജുൽ മബ്റൂർ, അവിടെയാണ് ഹജ്ജ് മബ്റൂറാവുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ ഒരു ഹജ്ജ്, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കുന്ന മനുഷ്യൻ്റെ ത്യാഗം ചെറുതല്ല. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന ആ ഹദീസിൻ്റെ ആഖ്യാനങ്ങളെ, ഹദീസിൻ്റെ ഉൾസാരങ്ങളെ, അതിൻ്റെ ഉള്ളുകൾ വഹിക്കുന്ന ആ അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സ്വർഗമാണ് പ്രതിഫലം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അങ്ങനെ തർക്കങ്ങളില്ലാതെ മറ്റുള്ളവരുമായി ശണ്ട കൂടാതെ ക്ഷമിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് പൂർത്തിയാക്കുമ്പോൾ, ആ ഹജ്ജ് സ്വീകാര്യയോഗ്യമാകുമ്പോൾ ഖറജ കയൗമ വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ മാതാവ് എങ്ങനെയാണോ അവനെ പ്രസവിച്ചത്, ആ പ്രസവിക്കപ്പെട്ട ശുദ്ധർപ്പ് പ്രകൃതിയിലേക്ക് ഒരു മനുഷ്യനാസകലം, ഒരു മനുഷ്യൻ മുഴുവനായും അവൻ്റെ അകവും പുറവും, അവൻ്റെ ആന്തരികവും ബാഹ്യവും എല്ലാം ഇങ്ങനെ മെരുക്കിയെടുത്ത്, അതിനെ ഊതിക്കാച്ചി, അതിനെ പഴുപ്പിച്ചെടുത്ത്, അതിനെ ഇങ്ങനെ ഈമാനിൻ്റെ ആ വെളിച്ചത്തിൽ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്ന ഒരു വിധാനത്തിലേക്ക് മനുഷ്യന് ഉയരാൻ സാധിക്കുന്നത് അവിടെയാണ്. ഖറജ കയൗമ വലദത്തുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഓരോ ഹാജിയും പുതിയൊരു യുഗത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് ഹജ്ജ്. അവിടെയാണ് ഹജ്ജിൻ്റെ ആ അകക്കാമ്പുള്ളത്. അതുകൊണ്ട് സംസമിൽ വിശ്വാസമില്ലാത്തവന് ഹജ്ജില്ല, മിനയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവന് ഹജ്ജില്ല. അന്ന് ഹാജർ ഉമ്മ ഓടിയ ആ കിതച്ച മണ്ണിൽ വീണ്ടും ഞാൻ ഓടുമ്പോൾ ആ ഉമ്മയെ ഓർക്കാത്തവർക്ക് എങ്ങനെ ഹജ്ജുണ്ടാവും? മഖാമു ഇബ്രാഹിം, ഒരു ശ്രേഷ്ഠ പ്രവാചകൻ കഅബയെ നിർമ്മിക്കാൻ വേണ്ടി കയറി നിന്ന കല്ല് അത്ഭുതകരമാം വിധം മോചിതത്ത് കൊണ്ട് ആ കല്ല് പൊങ്ങുകയും താഴുകയും ചെയ്ത് ഒരു സ്പ്രിംഗ് രൂപത്തിൽ ആ നിർമ്മാണത്തിന് പാകമായ കല്ല്, ആ കല്ലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകൻ ചവിട്ടി നിന്ന ആ കാൽപാദങ്ങൾ പതിഞ്ഞ കല്ലിനെ ലോകർക്ക് മുഴുവനും, ഈ തലമുറകൾക്ക് മുഴുവനും യുഗാന്തരങ്ങളിലൂടെ മനുഷ്യൻ മുന്നോട്ട് ഗമിക്കുമ്പോഴും ആ പാദം പതിഞ്ഞ കല്ലിനെ ഓർക്കാതെ എങ്ങനെ ഒരു ഹജ്ജ് പൂർണ്ണമാകുന്നു? അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, ഇത്തഖിസൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കണമെന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ ഹജ്ജ് അല്ലാഹുവിനുള്ളതാണ്, അടിമയുടെ വിചാരം അല്ലാഹുവിലേക്കാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ച പടച്ചവനിലേക്കാണ് നമ്മൾ തിരിയുന്നത്. പക്ഷേ ആ പടച്ചവൻ നിശ്ചയിച്ച ചില പോയിന്റുകളിലൂടെ കടന്നു പോവാതെ, പടച്ചവൻ ആദരിച്ചു കാണിച്ച ആ മഹത്വക്കളെ ആദരവ് ഉൾക്കൊള്ളാതെ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല, ഒരാൾക്ക് ഹജ്ജില്ല, ഒരാൾക്കൊരു കർമ്മങ്ങളും ചെയ്യാൻ കഴിയില്ല. അതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ, തൗഹീദിൻ്റെ ആ ഒരു ഏറ്റവും വലിയ അതിൻ്റെ
കെട്ടുറപ്പ്, അതിൻ്റെ അകക്കമ്പ്, അതിൻ്റെ നട്ടെല്ല്, അതിൻ്റെ നെടുംതൂണെന്ന് പറയുന്നത് ഈ ഒരു ഇത്വാഅത്തിൻ്റെ, ഈ ഒരു ഖുളൂഇൻ്റെ, ഈ ഒരു വിനയഭാവത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരാധനയ്ക്ക് അർഹൻ ആരുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അവന് ശിർക്ക് ചെയ്യാൻ കഴിയില്ല, അവൻ മുശ്രിക്കാവാൻ കഴിയില്ല. അവൻ അള്ളാഹുവിനെ പോലെ ദാത്തിലോ ഗുണവിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ പങ്കു ചേർക്കാൻ ഒന്നിനെയും കഴിയില്ല. അങ്ങനെ വിശ്വസിക്കാതെ ഏകനായ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ, മിനയിലൂടെ നടക്കുമ്പോൾ, സഹി ചെയ്യുമ്പോൾ, സംസം പാനം ചെയ്യുമ്പോൾ, മഹാന്മാരെ തൊട്ടുമുത്തുമ്പോൾ, മഹാന്മാർ ചവിട്ടിയ മണ്ണിൽ ചവിട്ടുമ്പോൾ, മഹാന്മാർ ചവിട്ടുന്ന കല്ലിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ, അവിടെയെല്ലാം ഏകനായ ഇലാഹിൻ്റെ ആ ഒരു കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമുക്കും ആ പുണ്യമായ ഭൂമിയിലെത്താൻ അള്ളാഹു തൗഫീഖും ആരോഗ്യവും ആയുസ്സും ഐശ്വര്യവും എല്ലാം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.